ഹലോ, അങ്ങനെ എൻ്റെ ഈ കുട്ടി യൂട്യൂബ് ഫാമിലിയിൽ 300 സബ്സ്ക്രൈബേഴ്സ് ആയി. എന്തെങ്കിലും സന്തോഷമൊക്കെ വരുമ്പം നമ്മൾ മധുരം കഴിക്കാറില്ലേ? സോ ഞാൻ ഓർത്തു നമുക്കൊരു സ്വീറ്റ് ആയിട്ടുള്ളൊരു ഐറ്റം ഉണ്ടാക്കാമെന്ന്. സോ ഐ ആം ഗോണ മേക്ക് പുഡിംഗ്. ഞാൻ പണ്ട് കൊച്ചുനാളിൽ പുഡിംഗ് കഴിച്ചിട്ടുണ്ട്, പക്ഷെ ഉണ്ടാക്കി നോക്കിയിട്ടില്ല. സോ നമുക്കൊന്ന് ഉണ്ടാക്കി നോക്കിയാലോ. സോ അതിനായിട്ട് ആദ്യമേ നമുക്ക് ഷുഗർ കാരമലൈസ് ചെയ്യണം. ഇതിൽ ഞാൻ 40 grams ഓഫ് ഷുഗറും പിന്നെ കുറച്ച് വാട്ടറും കൂടി ഒഴിച്ചിട്ടാണ് കാരമലൈസ് ആക്കുന്നത്. പ്രത്യേകം ശ്രദ്ധിക്കണം, ഇത് മീഡിയം ഫ്ലെയിമിൽ വേണം കാരമലൈസ് ആക്കാൻ. പിന്നെ ഈ കാരമലൈസ് ഷുഗർ നമ്മൾ പുഡിംഗ് ഉണ്ടാക്കാൻ പോകുന്ന പാത്രത്തിലോട്ട് ഷിഫ്റ്റ് ചെയ്യണം. ഉടനെ ഇത് മാറ്റണം, അല്ലെങ്കിൽ അത് കട്ടിയായി പോകും. ഇനി നമുക്ക് 1/2 ലിറ്റർ പാല് വേണം. പിന്നെ നമ്മുടെ ആവശ്യത്തിനുള്ള പഞ്ചസാര അതിലിട്ടിട്ട് നന്നായിട്ട് ഇളക്കണം. ഈ പാല് പകുതി ആവുന്നത് വരെ ഇളക്കിക്കൊണ്ടിരിക്കണം. പിന്നെ വേണ്ടത് നമുക്ക് 2 മുട്ടയാണ്. അത് നന്നായിട്ട് ബീറ്റ് ചെയ്യണം. എന്നിട്ട് നേരത്തെ ഉണ്ടാക്കിയ പാല് തണുത്തതിന് ശേഷം ഇതിൽ ഒഴിക്കണം. ഫ്ലേവറിന് വേണ്ടി വാനില എസൻസ് ചേർക്കാം. പിന്നെ നമ്മൾ ഉണ്ടാക്കിയ മിക്സ്ചർ പുഡിംഗ് പ്ലേറ്റിലോട്ട് മാറ്റണം. പിന്നെ ഇത് അരമണിക്കൂറത്തേക്ക് നമുക്ക് സ്റ്റീം ചെയ്യാൻ വെക്കാം. പിന്നെ അത് തണുത്ത് കഴിഞ്ഞപ്പോഴത്തേക്കിന് കുറച്ച് സെറ്റായി. എന്നാലും കുറച്ചുകൂടെ സെറ്റ് ആവാൻ വേണ്ടിയിട്ട് ഞാൻ 2 hours അതിനെ ഫ്രിഡ്ജിലോട്ട് വെച്ചു. അങ്ങനെ 2 മണിക്കൂറിന് ശേഷം ഇത് ഫൈനലി റെഡിയായി. ഇനി നമുക്ക് നോക്കാം ഇതിന്റെ ഫൈനൽ റിസൾട്ട്. ഫൈനൽ റിസൾട്ടിൽ ചെറുതായിട്ടൊന്ന് പണിപാളി, നടുക്ക് ചെറിയൊരു വെട്ട് വീണു. അതെങ്ങനെ പറ്റിയെന്ന് അറിയത്തില്ല, ചിലപ്പോൾ ആ പാത്രത്തിൻ്റെ ആവാം. പക്ഷേ ടെക്സ്ചർ വൈസ് ഇതെല്ലാം പെർഫെക്റ്റ് ആയിരുന്നു. ലുക്കിൽ എന്താ കാര്യം, ടേസ്റ്റിലല്ലേ എന്നൊക്കെ ആലോചിച്ച് ഞാൻ എന്നെ തന്നെ ആശ്വസിപ്പിച്ചു. അങ്ങനെ ഞാൻ ഫൈനലി ടേസ്റ്റ് ചെയ്തു. ഈ പറയത്തില്ല, ഡീമോട്ടിവേറ്റ് ആയ സ്ഥലത്ത് പോയി ഞാനിങ്ങനെ മോട്ടിവേറ്റ് ആയ ഫീലായിരുന്നു. കാരണം എന്ന് വെച്ചാൽ നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. വായിലിട്ടാൽ തന്നെ അതങ്ങ് അലിഞ്ഞു പോകും. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. മുന്നോട്ട് ഞാൻ നിങ്ങളുടെ സപ്പോർട്ടൊക്കെ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ബൈ.